നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. കൊറോണ വൈറസ് വ്യാപിക്കുന്നതിന്റെ പശ്ചാത്തലത്തിൽ വിദേശങ്ങളിൽ ദുരിതത്തിലായവരെ നാട്ടിലെത്തിക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ വന്ദേ ഭാരത് പദ്ധതിയിൽ ദോഹയിൽ നിന്ന് വിമാനങ്ങൾ പറക്കുമ്പോഴും അർഹരായ, അതായത് താഴെത്തട്ടിലുള്ളവർക്ക് പടിക്ക് പുറത്തു തന്നെയാണ് സ്ഥാനം. ഇന്ത്യൻ എംബസിയിൽ പേര് ചേർത്ത 40,000-ത്തിലധികം ഇന്ത്യക്കാരിൽ 30% തൊഴിൽ നഷ്ടപ്പെട്ട് നാട്ടിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്നവർ കൂടിയാണ്. ഇതിൽ തന്നെ ഏറെ ദിവസക്കൂലിക്കാരും ലിമോസിൽ ഡ്രൈവർമാരും ചെറുകിട ഇടത്തരം തൊഴിൽ ചെയ്തു വരുന്നവരുമായതിനാൽ തന്നെ നാട്ടിലെത്താൻ ടിക്കറ്റിന് പോലും പൈസയില്ലാത്ത അവസ്ഥയാണ് ഉരുവായിരിക്കുന്നത്. എന്നാൽ പോയ വിമാനങ്ങളിലൊന്നും ഇത്തരക്കാർക്ക് പരിഗണന കിട്ടിയിട്ടില്ല എന്നതാണ്. കയ്യിലുള്ള പണം ഈ മാസാദ്യം തന്നെ പൂർണ്ണമായി കഴിഞ്ഞ സ്ഥിതിയാണ് ഇവരിൽ പലർക്കും ഉരുവായിരിക്കുന്നത്. നിലവിൽ ഭക്ഷണത്തിന് പോലും പണമില്ലാതെ ക്യാമ്പുകളിലും സുഹൃത്തുക്കളുടെയും മറ്റും റൂമുകളിൽ തിങ്ങിയെരുങ്ങി കഴിയുകയാണ് ഇവരിൽ ഭൂരിഭാഗവും. ഖത്തറിൽ നിലവിൽ കോവിഡ് പോസിറ്റീവായ എല്ലാ ആളുകളെയും സർക്കാർ സമ്പർക്ക വിലക്ക് കേന്ദ്രങ്ങളിലേക്ക് കൊണ്ടുപോകുന്നില്ല. രോഗലക്ഷണം കൂടുതലുള്ള, ആരോഗ്യ പ്രശ്നങ്ങൾ കൂടുതലുള്ളവരെ മാത്രമാണ് ഇത്തരത്തിൽ കൊണ്ടുപോകുന്നത്. 4-5 പേരുള്ള പ്രവാസികളുടെ കുടിസുമുറികളിൽ കോവിഡ് പോസിറ്റീവ് ആയവരും നെഗറ്റീവ് ആയവരുമൊക്കെ ഒരുമിച്ച് കഴിയാൻ വിധിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ആയതിനാൽ തന്നെ എങ്ങനെയെങ്കിലുമൊക്കെ നാടണയണമെന്ന ഒറ്റ ആഗ്രഹമേ ഇവർക്കുള്ളൂ. തൊഴിൽ നഷ്ടപ്പെട്ടവർ, വരുമാനം നഷ്ടപ്പെട്ട ദിവസക്കൂലിക്കാർ തുടങ്ങിയവർ എങ്ങനെയെങ്കിലും നാട്ടിലെത്തിയാൽ മതിയെന്ന ഏക ചിന്തയിലാണ്. ഇവരെ പട്ടിണിയിൽ നിന്ന് രക്ഷിക്കുന്നത് പ്രവാസി സന്നദ്ധ സംഘടനകൾ കൂടിയാണ്. എല്ലാ ചുമതലകളും ഇത്തരം സംഘടനകളുടെ തലയിലിടുന്ന നിലപാടാണ് ഇന്ത്യൻ അധികൃതർ ഇപ്പോൾ കാട്ടിവരുന്നത്. ഇത്തരം സംഘടനകൾ വ്യവസ്ഥാപിതമായി പ്രവർത്തിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഇവർക്ക് ഭക്ഷണം പോലും ലഭിക്കുന്നത്. ഭക്ഷണ കിറ്റുകൾ ഖത്തറിന്റെ മുക്കുമൂലകളിൽ പോലും പ്രവാസി സംഘടനകൾ എത്തിക്കുന്നുണ്ട്. KMCC, കൾച്ചറൽ ഫോറം, ഇൻകാസ് തുടങ്ങിയ സംഘടനകളുടെ ഭക്ഷണ കിറ്റുകൾ ആശ്രയിച്ചു കഴിയുന്ന നൂറുകണക്കിന് ആളുകളാണ് ഇത്തരത്തിൽ നാട്ടിലെത്താൻ കഴിയാതെ ദുരിതത്തിലായിരിക്കുന്നത്. ഇവർ എല്ലാവരും എംബസിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. എന്നാൽ എംബസിയിൽ നിന്ന് ഇവരെ യാത്രയ്ക്കായി തിരഞ്ഞെടുക്കുന്നില്ല. മറ്റുള്ളവർക്ക് എംബസിയുമായി ബന്ധപ്പെടാൻ സ്വാധീനമുള്ളതിനാൽ തന്നെ അത്തരക്കാർ യാത്രയ്ക്കായി തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്യുന്നു. എന്നാൽ തീർത്തും അർഹരായ താഴെത്തട്ടിലുള്ളവർക്കായി സന്നദ്ധ സംഘടനകളും വ്യക്തികളും എംബസി അധികൃതരോട് പറയുമ്പോൾ ഇക്കാര്യം എംബസി അധികൃതർ ഗൗനിക്കുന്നുമില്ല. എല്ലാം സന്നദ്ധ സംഘടനകളുടെ ഉത്തരവാദിത്തമാണ് എന്ന നിലയ്ക്കാണ് ഇന്ത്യൻ അധികൃതർ കാര്യങ്ങളെ എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അർഹരായ നിരവധി പേർക്ക് യാത്രയ്ക്ക് അവസരമുണ്ടായാൽ തന്നെ വിമാന ടിക്കറ്റിന് പണമില്ലെന്ന പ്രശ്നവും ഇതിനോടകം തന്നെ ഉരുവാകുകയും ചെയ്തിട്ടുണ്ട്. വിവിധ സംഘടനകൾ സൗജന്യ വിമാന ടിക്കറ്റ് നൽകി വരികയാണ്. എന്നാൽ യാത്രാനുമതി ലഭിക്കാത്തിടത്തോളം ഇവർക്ക് സൗജന്യ വിമാന ടിക്കറ്റുകൾ ഉപയോഗിക്കാൻ കഴിയാത്ത സ്ഥിതിയാണുള്ളത്. നേരത്തെ കേന്ദ്ര സർക്കാർ അയക്കുന്ന വിമാനങ്ങളിൽ അനർഹർ കയറിക്കൂടുന്നുവെന്ന ആരോപണം ഉയർന്നതോടെയാണ് ഖത്തറിലെ ഇന്ത്യൻ എംബസിക്ക് കീഴിൽ വിവിധ ഉപകമ്മിറ്റികൾ രൂപവത്കരിച്ചത്. ഇതേ തുടർന്ന് തെരഞ്ഞെടുപ്പ് പ്രക്രിയ സുതാര്യമാക്കാനാണ് ഇതെന്നാണ് എംബസി അറിയിച്ചിരിക്കുന്നത്. വിവിധ സംസ്ഥാനങ്ങൾക്കായി വ്യത്യസ്ത കമ്മിറ്റികൾക്കാണ് രൂപം നൽകിയിരിക്കുന്നത്. മലയാളികൾക്കായും കമ്മിറ്റിയുണ്ട്. എന്നാൽ താഴെത്തട്ടിലുള്ളവരെ പരിഗണിക്കാതെ അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാതെയാണ് കാര്യങ്ങൾ ചെയ്യുന്നതെന്നും ആരോപണമുണ്ട്. ഇത്തരം കമ്മിറ്റികൾ നൽകുന്ന അർഹരായവരുടെ പേരുകൾ എംബസി ഉദ്യോഗസ്ഥർ വെട്ടിമാറ്റുന്നുവെന്ന ആരോപണം നേരത്തെ തന്നെ ഉയർന്നതാണ്. ഓണറേബിൾ വിസയിലെത്തി ജോലി തരപ്പെടുത്താൻ ശ്രമിക്കുന്നതിനിടയിൽ കുടുങ്ങിപ്പോയവർ, തൊഴിൽ കരാർ കഴിഞ്ഞവർ, സ്ഥിരവരുമാനമില്ലാത്ത ദിവസക്കൂലിക്കാർ, ഡ്രൈവർമാർ തുടങ്ങിയവരുടെ പ്രയാസങ്ങൾ എംബസി പരിഗണിക്കുന്നു പോലുമില്ല. ആയതിനാൽ തന്നെ അർഹർക്ക് അവസരം കിട്ടുന്നില്ലെന്ന ആരോപണം ശക്തമായതോടെ ഇന്ത്യൻ എംബസി തിരഞ്ഞെടുക്കുന്ന യാത്രക്കാരുടെ പട്ടിക പുറത്തുവിടണമെന്ന ആവശ്യം ഉയരുകയാണ്. വിവിധ സംഘടനകൾ ഇത്തരം ആവശ്യം ഉന്നയിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. എത്ര യാത്രക്കാരാണ് ഒരു വിമാനത്തിൽ പോകുന്നത് എന്ന വിവരം പോലും ഇന്ത്യൻ എംബസി ഔദ്യോഗികമായി പുറത്തുവിടുകയും ചെയ്തിട്ടില്ല. യാത്ര അവസാന നിമിഷം മടങ്ങുന്നവർക്ക് പകരമായി പലരും വിമാനത്തിൽ സീറ്റ് തരപ്പെടുത്തുകയും ചെയ്യുകയാണ്. പട്ടിക പുറത്തുവിട്ടാൽ ഏതൊക്കെ അനർഹർ ഉൾപ്പെടുന്നുണ്ട് എന്നറിയാൻ പൊതുജനങ്ങൾക്ക് സാധിക്കുകയും ചെയ്യും. ആയതിനാൽ തന്നെ അധികൃതർ ഇതിനെതിരെ കാര്യമായ നടപടികൾ സ്വീകരിക്കണം. അർഹരായവരുടെ പട്ടിക ഉറപ്പായും പുറത്തേക്ക് വിടണം. ഇതിലൂടെ അനർഹർ നാട്ടിലെത്തിച്ചേരാതിരിക്കാനാണ്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.